ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വചന വെളിച്ചത്തിൽ ചിന്തിക്കുന്നത് തെറ്റായ തീരുമാനത്തിന് വക്കോളം സഹനം ഏറ്റെടുക്കേണ്ടി വരും. തെറ്റായ തീരുമാനം അതാരെടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ പേരിൽ വലിയ സഹനത്തിലൂടെ, നഷ്ടത്തിലൂടെ ഒരു കടന്നു പോകേണ്ടി വരും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു മേക്ക് എ റോങ് ഡിസിഷൻ, യു സഫർ ഫോർ ഇറ്റ്. തെറ്റായ ഒരു തീരുമാനമെടുത്താൽ നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. ഇതിന് നല്ല ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൽ. അവിടെ നമ്മൾ കാണുന്നു, ആഹാബ് രാജാവ് യഹോഷാഫാത്തിനെ കൂട്ടുപിടിച്ച് റാമോത്ത് ഗിലിയാദിനെതിരെ യുദ്ധത്തിന് പോകാൻ തീരുമാനമെടുക്കുന്നു. ആ സമയത്ത് യഹോഷാഫാത്ത് ചോദിക്കുന്നുണ്ട്, ദൈവവുമായിട്ട് ആലോചന ചെയ്തോ? ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇംഗിതം അറിയാൻ സത്യപ്രവാചകനെ സമീപിച്ചോ? ആഹാബ് പറയുന്നുണ്ട്, ഞാൻ കുറേ പ്രവാചകന്മാരോട് ചോദിച്ചു, അവരെല്ലാം ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ മിഖായ സത്യപ്രവാചകൻ സൂചിപ്പിച്ചൊരു കാര്യം, ഈ യുദ്ധത്തിൽ നീ മരിക്കും. അങ്ങനെ കേട്ടിട്ടും ആ മനുഷ്യൻ മൈൻഡ് ചെയ്തില്ല. അവൻ ഇതുവരെ എനിക്ക് അനുഭവമായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഹു കെയേഴ്സ്. ബാക്കി പ്രവാചകന്മാർ പറഞ്ഞത് കേട്ടോണ്ട് മുമ്പോട്ട് പോയി ഈ യുദ്ധത്തിന്. ഇത് സംഭവിച്ചെന്താണെന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മിഖായ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ സെദക്കിയ വന്ന് അവൻ്റെ കർണക്കുറ്റിക്കൊണ്ട് അടിച്ചു, മിഖായയുടെ, സത്യപ്രവാചകന്റെ. പിന്നീട് നമ്മൾ കാണുകയാണ്, ഇവനെ അവഗണിച്ചു പോയ ആഹാബ് രാജാവിന് എന്തുപറ്റി? അവൻ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സെദക്കിയായ്ക്ക് എന്തുപറ്റി? അവനെ ചങ്ങലക്കിട്ട് അവനെ നാട് കടത്തുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ദൈവവുമായിട്ട് ആലോചന ചെയ്യാതെ തോന്നിയാസം തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താണെന്ന് ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കാം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായി നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, തെറ്റായ തീരുമാനം അത് വക്കോളം സഹനത്തിന് കാരണമായി മാറാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതാനും സംഭവങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ നടത്താൻ ആഗ്രഹിച്ച് ടെൻഡർ വിളിക്കും, അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്ത് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു. ഇതിനുശേഷം ആ കുടുംബം ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് പോയപ്പോൾ പ്രാർത്ഥനക്കാർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് വേണോ? ഇത് ശുഭമാകുന്നതായിട്ട് കാണുന്നില്ലല്ലോ. ഉടനെ ഇവർ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്, ഞങ്ങളുടെ 50,000 രൂപ പോകും. കാരണം അത് അഡ്വാൻസ് കൊടുത്തത്, അത് പോകും. ഏതായാലും നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറഞ്ഞു. പിന്നീട് ഇവർ തന്നെ ഏറ്റു പറയേണ്ടി വന്ന ഒരു കാര്യമുണ്ട്, അന്ന് അതിനകത്ത് നിന്ന് പിന്മാറുമായിരുന്നെങ്കിൽ 50,000 പോകുള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ ക്യാൻറ്റീൻ്റെ പേരിൽ നഷ്ടമായത് ഒരു 5 ലക്ഷമെങ്കിലുമാണ്. എനിക്ക് ദൈവവുമായിട്ട് ആലോചന ചെയ്യാതെ, അല്ലെങ്കിൽ ദൈവം തരുന്ന ആ ഒരു നിർദ്ദേശം പാലിക്കാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ നമുക്കുണ്ടാകാവുന്ന നഷ്ടം, നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനം വക്കോളം സഹനമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. വേറൊരു സംഭവം, ഒരു സ്ത്രീ പറഞ്ഞാണ്, ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്ന സ്ത്രീ, ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ആത്മഹത്യയെങ്കിലും ചെയ്യാൻ, ഈ കുഞ്ഞുള്ളത് കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റത്തില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചാണേ. പലരും നിർദ്ദേശിച്ചു, പലരും ഉപദേശം കൊടുത്തു, ഒന്നും കേട്ടില്ല. അവളുടെ ഇഷ്ടമനുസരിച്ച് മുമ്പോട്ട് പോയി. കുറേ നാളത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അഗ്നി പരീക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, എനിക്ക് അവൻ്റെ കൂടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റത്തില്ല. ഈ കൊച്ചില്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്താൽ എല്ലാം അവിടെ കൊണ്ടങ്ങ് തീർന്നേനെ. ദൈവവുമായിട്ട് ആലോചന ചെയ്യാതെ ദൈവം തരുന്ന നിർദ്ദേശങ്ങൾ, അത് മറ്റു വ്യക്തികളിലൂടെ ആയിരിക്കാം, അതെടുത്ത് മുമ്പോട്ട് പോകാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാവുന്നത് വൻ പ്രശ്നമാണ്, വൻ നാശമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. വേറൊരു സംഭവം ഒരാൾ പറഞ്ഞതാണ്, ഞാൻ കല്യാണത്തിന് സമയമായപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി, ഇച്ചിരി താഴ്ന്നിടത്തുനിന്ന് ഒരു പെണ്ണിനെ അങ്ങ് കെട്ടാം, അതാകുമ്പോൾ ഒതുങ്ങി നിന്നോളും, പറഞ്ഞാൽ അനുസരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചു, അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ദൈവവുമായിട്ട് ആലോചന ചെയ്തിട്ടൊന്നുമല്ല, എൻ്റെ ബുദ്ധിയിൽ വന്ന ഒരാശയം. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം തകർന്നുപോയി. അവിടെ എങ്ങനെയോ ഇത് മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പോൾ സംസാരത്തിലെല്ലാം, ആഹാ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് എന്നെ കെട്ടിയതില്ലേ, ഞാൻ കാണിച്ചു തരാം, അങ്ങനെ ഒരു പ്രതികരണമാണ് അവളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന്. വേറൊരു സംഭവം എനിക്കറിയാം, ഒരുത്തന് വിദേശത്ത് പോകുന്ന കാര്യം തലയ്ക്ക് പിടിച്ചു. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവന് പോണോ വേണ്ടോന്നും ദൈവത്തോടൊന്നും ചോദിച്ചില്ല. അവന് വിദേശത്ത് പോകാനുള്ളൊരു വഴി കണ്ടെത്തി. ഒരു സ്ത്രീ വിദേശത്തുള്ള ഒരു വ്യക്തിയാണ്, അവൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ കൊണ്ടുപോകാം. അപ്പം അതുകൊണ്ട് കളറും നോക്കിയില്ല, ഷേപ്പും നോക്കിയില്ല, വിദ്യാഭ്യാസവും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, ഞാൻ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ കല്യാണം കഴിഞ്ഞു, അവർ വിദേശത്ത് പോയി. അവസാനം ആ മനുഷ്യന് പറ്റിയൊരവസ്ഥ, വിദേശത്ത് ഒരു ജയിലിൽ കിടക്കേണ്ടി വന്നു. നമ്മൾ ഈ തെറ്റായ ഒരു തീരുമാനമെടുത്താൽ അത് എവിടെ നമ്മളെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പകരം ഏത് കാര്യമാണേലും ദൈവവിചാരത്തോടെ ചെയ്യുകയാണെങ്കിൽ, ദൈവവുമായിട്ട് ആലോചന ചെയ്യുകയാണെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും. ശുഭമായൊരു ഭാവി നമുക്കുണ്ടാകാൻ അത് സഹായിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതാണ് സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക, നിന്റെ എല്ലാ പ്രവൃത്തികളും
ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. രണ്ടാമതായിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവവുമായി ആലോചിക്കാതെ തീരുമാനമെടുക്കുന്നത് അഹങ്കാരത്തിൻ്റെ ഒരു സൂചനയാണ്. അഹങ്കാരികളാണ് എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് ചിന്തിക്കുക. പ്രഭാഷകൻ 10-ാം അധ്യായം 12-ാമത്തെ വചനം. ദൈവാശ്രയത്വം കുറയുന്നത്, ദൈവവുമായിട്ട് ആലോചന ചെയ്യാതിരിക്കുന്നത്, അതെല്ലാം അഹങ്കാരത്തിൻ്റെ ഒരു സൂചനയാണ്. ഇനി അഹങ്കാരികൾക്ക് വരാവുന്ന നാശം വൻ നാശമാണെന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അഹങ്കാരികൾക്ക് കർത്താവ് പ്രഖ്യാപിക്കുന്ന ശിക്ഷ അറിയാതെ പോകരുത്. അറിയാതെ പോയാൽ നമ്മൾ എവിടെ ചെന്നെത്തും എന്നുള്ളത് ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അഹങ്കാരിക്ക് ശിക്ഷ, എന്നാൽ അനുദപിക്കുന്നവർക്ക് രക്ഷ. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. പ്രഭാഷകൻ 3:28 പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരിയുടെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല, കാരണം ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. യെശയ്യാ 37:29 വായിച്ചാലും അഹങ്കാരിയായ സെന്നക്കെരുവിന് കർത്താവ് പ്രഖ്യാപിക്കുന്ന ശിക്ഷ ചെറിയ കാര്യമൊന്നുമല്ല. ലൂക്കാ 22:66 വന്നാലോ, അവിടെ നമ്മൾ കാണുകയാണ്, ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, പക്ഷെ അവൻ മനം നൊന്ത് കരഞ്ഞു, അനുതാപിയായി, അവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഹങ്കാരിക്ക് ശിക്ഷയെങ്കിൽ അനുതാപിക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് രക്ഷയാണ്. അത് കിട്ടാൻ നമ്മൾ അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയണം. ലൂക്കാ 8:2 മുതൽ വായിക്കുമ്പോൾ, മഗ്ദലന മറിയം 7 അശുദ്ധാത്മാക്കൾ അവളിൽ ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നശിച്ച ഒരു വ്യക്തി. പക്ഷെ അവള് അനുദപിച്ചു. പിന്നീട് അവൾക്കുണ്ടായിരുന്നത് ദൈവത്തോട് പ്രാണനു തുല്യം ഒരു സ്നേഹമാണ്. അനുദപിച്ചാൽ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകാം. 2 സാമുവേൽ 12-ാം അധ്യായം വായിച്ചാൽ അനുദപിച്ച ദാവീദിനെ അവിടെ കാണാൻ പറ്റും. അവന് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നെങ്കിലും അതെല്ലാം നികത്തി കൊടുക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. ഒരു മകൻ മരിച്ചെങ്കിലും മറ്റൊരു മകനെ കൊടുത്ത് അതും അവനെ ലോകപ്രശസ്തനാക്കി ദൈവം മാറ്റി. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചന ശ്രവണം നടത്തിയ നമുക്കിനി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മറ്റാർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ അവരെല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.